നമസ്കാരം. കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗം ബി.ജെ.പിയോട് അടുക്കുന്നതിൽ വല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് യു.ഡി.എഫും എൽ.ഡി.എഫും. പ്രത്യേകിച്ചും ഇടതുമുന്നണി വലിയ അസ്വസ്ഥതയിലാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവന അതുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അതായത് പ്രധാനമന്ത്രി ഒരു വിരുന്ന് നൽകിയപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യൻ ബിഷപ്പുമാർ മണിപ്പൂരിനെ മറന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനയാണ്. വലിയ വിമർശനമാണ് സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം നടത്തിയത്. പക്ഷേ മന്ത്രി സജി ചെറിയാനെതിരെ അപ്രതീക്ഷിതമായി കടുത്ത മറുപടിയുമായിട്ട് തന്നെയാണ് ഇന്ന് KCBC രംഗത്തെത്തിയിരിക്കുന്നത്. KCBC ഔദ്യോഗികമായി തന്നെ അവരിൽ ഈ മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവനയോടുള്ള എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു. അതായത് KCBCയുടെ ഔദ്യോഗിക വക്താവ് ഫാദർ ജേക്കബ് പാലക്കപ്പള്ളിയാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചത്, ഔദ്യോഗികമായ നിലപാട് വ്യക്തമാക്കിയത്. മന്ത്രി സജി ചെറിയാൻ്റെ പ്രസ്താവന അത് അപക്വമാണ്, അത് ക്രിസ്ത്യൻ സമൂഹത്തിന് സ്വീകാര്യമല്ല എന്ന് തന്നെ തറപ്പിച്ചു പറഞ്ഞു KCBC. മാത്രമല്ല മന്ത്രിയെ കടന്നാക്രമിച്ചു, ഉരുളയ്ക്ക് ഉപ്പേരി കണക്കെ മറുപടിയാണ് KCBC നൽകിയത്. ഇങ്ങനെ KCBCയെ വിമർശിക്കാൻ മന്ത്രിക്ക് യോഗ്യതയില്ല. ഭരണഘടനയെ മാനിക്കാത്തതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ ഉന്നതരെക്കുറിച്ച് പറയുമ്പോൾ ചില വാക്കുകളടങ്ങിയ നിഘണ്ടു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ആ നിഘണ്ടു എടുത്ത് ഇങ്ങോട്ട് പ്രയോഗിക്കേണ്ട എന്ന ഒരു ശക്തമായ മുന്നറിയിപ്പും ഇന്ന് KCBC നൽകിയിരിക്കുന്നു. മാത്രമല്ല ക്രിസ്ത്യൻ സമൂഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ നിലപാടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹം ഏത് രാഷ്ട്രീയ നിലപാടെടുക്കണമെന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കേണ്ട എന്ന് വ്യക്തമായി KCBC പറഞ്ഞു വയ്ക്കുന്നു. അതായത് ക്രിസ്ത്യൻ സമൂഹം BJPയോടൊപ്പം പോകുന്നു എന്നാണ് മറ്റുള്ളവരുടെ അഭിപ്രായമെങ്കിൽ അങ്ങനെയാണ് എന്ന് തന്നെ വെച്ചോ. ഇനി അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്കതിൽ അഭിപ്രായം പറയാനുള്ള അർഹതയില്ല എന്ന് തന്നെയാണ് KCBC പറഞ്ഞു വയ്ക്കുന്നത്. ഇത് കേവലം ഒരു സംഘടനയുടെ അല്ലെങ്കിൽ കേവലം ഒരു വിഭാഗത്തിൻ്റെയോ അഭിപ്രായമല്ല, മറിച്ച് കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെയും വികാരം ഇതാണ് എന്ന് KCBC വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മാത്രമല്ല LDFിലെ ചില ആളുകൾക്കെതിരെ വലിയ വിമർശനം, അതായത് KT ജലീൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ വിമർശനമാണ് ഇന്ന് KCBC പറഞ്ഞു വച്ചത്. KCBCയുടെ ആസ്ഥാനത്ത് ഈ ക്രിസ്തുമസിനോടും ന്യൂ ഇയറിനോടും അനുബന്ധിച്ച് ചില വിരുന്നുകൾ സംഘടിപ്പിച്ചിരുന്നു. ആ വിരുന്നിൽ ഈ കേരളത്തിലെ പ്രമുഖരായ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ പങ്കെടുത്തിരുന്നു. അതിനെതിരെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിയായിരുന്ന KT ജലീൽ പോലും ഇത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ വിമർശനങ്ങൾ ഉന്നയിച്ചു. അതൊന്നും ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് സ്വീകാര്യമായ ഒന്നല്ല. ചിലർ ഇങ്ങനെയൊക്കെ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അത് ഇടതുമുന്നണിയിലെ ചിലരാണ്. അത് നിർത്തിക്കോണം ഇവിടെ വച്ച് എന്ന രീതിയിലുള്ള ഒരു മുന്നറിയിപ്പാണ് ഇന്ന് KCBC നൽകിയിരിക്കുന്നത്. മണിപ്പൂർ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് BJPയെയും ക്രിസ്ത്യൻ വിഭാഗത്തെയും തമ്മിൽ അടുപ്പിക്കാനുള്ള ശ്രമം, ഈ LDF UDF മുന്നണികളുടെ ശ്രമം പാളുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്നത്തെ KCBCയുടെ പ്രതികരണം. അവർ ഒരൊറ്റ കാര്യം വളരെ കൃത്യമായി തന്നെ വ്യക്തമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നു. തങ്ങൾ വിരുന്നിന് പോയിട്ടുണ്ട് എങ്കിൽ അത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സംഘടിപ്പിച്ച വിരുന്നാണ്. അതായത് ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ദിവസം, ഒരു പെരുന്നാൾ ദിനത്തിൽ അവർ ഒരു വിരുന്ന് സംഘടിപ്പിക്കുന്നു. അതിൽ പങ്കെടുക്കുന്നതിൽ തങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതിനെ ആ ഒരു വിരുന്നിനോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. തീർച്ചയായും ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും ക്രിസ്ത്യൻ സമൂഹത്തെ അവരുടെ വികസന യാത്രയിൽ കൂടെ നിർത്താനുള്ള ശ്രമത്തിൻ്റെ വിജയമാണ് എന്ന് തന്നെ ഇന്നത്തെ KCBCയുടെ പ്രസ്താവനയെ വിലയിരുത്താം. മാത്രമല്ല മന്ത്രി സജി ചെറിയാനെയും അതുപോലെ തന്നെ ഇടതുമുന്നണിയെയും വളരെ രൂക്ഷമായി തന്നെ KCBC കടന്നാക്രമിക്കുകയും ചെയ്യുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.